ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അപ്പു വിഷമിച്ചിരിക്കുന്ന സമയത്ത് ചിത്ര അങ്ങ് ചെന്നിട്ട്, നീ എന്തിനാ അവളെക്കുറിച്ച് ഓർത്ത് ആലോചിച്ച് വിഷമിക്കുന്നത്? അവളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നും നിനക്കില്ല. നിൻ്റെ ജീവിതം ഇങ്ങനെ നീ തകർക്കരുത് മോനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുക. അവൾക്ക് നിന്നെ വേണ്ട, പിന്നെ നിനക്കെന്തിനാ അവളിനി നിന്നെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പോകുന്നില്ല. അവൾക്ക് നിന്നെക്കുറിച്ച് യാതൊരു ചിന്തകളും ഉണ്ടാവില്ല. അവളിപ്പോൾ പങ്കജിൻ്റെ പിന്നാലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മകനെ ഇങ്ങനെ ആ ഒരു ഇതിലിരുത്തുക. അപ്പോൾ നിൻ്റെ ഈ അവരവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്കിത് കാണാൻ പറ്റുന്നില്ലട മക്കളെ. അവൾക്ക് വേണ്ടി നീ നിൻ്റെ ജീവിതം നശിപ്പിച്ച് കളയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനത്തെ അവളെക്കാളും നല്ലൊരു പെണ്ണിനെ നിനക്ക് കിട്ടും ഇതൊക്കെ പറഞ്ഞ് ചിത്ര ഇങ്ങനെ മകനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അമ്മയ്ക്ക് എന്താ പറ്റിയത്? അവളെക്കുറിച്ച് ഓർത്ത് എൻ്റെ ജീവിതം കളയാനൊന്നും ഞാൻ ആളല്ല. മാത്രമല്ല അവളെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ നശിച്ചു പോകാനും തീരുമാനിച്ചിട്ടില്ല. പിന്നെ അവളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ജീവിതം സ്വപ്നം കാണുകയും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം അതെൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടുള്ളൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും അമ്മേ. അമ്മ വെറുതെ വിഷമിക്കുകയൊന്നും വേണ്ട. ഏതായാലും പൂജയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ സമയം ചിത്ര അങ്ങനെ ആലോചിച്ച് അവിടെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സുമിത്രയെ കാണിക്കുന്നത്. സുമിത്ര അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹായിക്കാനായിട്ട് അനന്യ അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ അനന്യ, ഞാൻ എന്താ ചെയ്യേണ്ട ആൻറ്റി എന്ന് ചോദിച്ചു. മോളിപ്പോൾ ഒന്നും ചെയ്യണ്ട, സ്വരമോളുടെ കാര്യം നോക്കിയിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ആൻറ്റി എന്തെങ്കിലും സഹായിക്കാമെന്ന് കരുതി വന്നതായിരുന്നു എന്നൊക്കെ പറയുവാണ്. അപ്പം നിനക്ക് ചെയ്യാനൊന്നും ഇവിടെ ഇല്ല, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു സുമിത്ര. അപ്പോഴാണ് സരസ്വതിയമ്മ മോളെ അനന്യയെ, അച്ഛമ്മയുടെ കാലൊന്ന് തിരുമ്മി തരാവോ, അച്ഛമ്മയുടെ മുട്ടിനെ ഭയങ്കര വേദന, എണ്ണയിട്ടൊന്ന് തടവിത്താടി എന്നും പറഞ്ഞു വരുന്നത്. അപ്പോൾ കുറച്ച് കഴിയട്ടെ, എനിക്കിപ്പോൾ ഇച്ചിരി പണിയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ അനന്യ അങ്ങ് പറയണം. എന്നിട്ട് അനന്യ അവിടെ നിന്ന് അങ്ങ് പോയി. സരസ്വതി അമ്മ ചമ്മി അവിടെ അങ്ങനെ നിൽക്കുക. നൈസായിട്ട് കാല് തിരുമ്മിപ്പിക്കാൻ നോക്കിയതാണ്, നടന്നില്ല. അത് കഴിഞ്ഞപ്പം സരസ്വതി നേരെ സുമിത്രയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പം അവൾ നിൻ്റെ അടുത്ത് പണിയെടുക്കാൻ വന്നാലേ, അന്നേരം അവൾക്ക് ഒരു തിരക്കും ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു ജോലി ഇല്ലായിരുന്നു. എൻ്റെ കാലിന് ഇത്തിരി തടവി തരാൻ പറഞ്ഞപ്പോൾ കൊട്ടനെ ജോലി കൊണ്ട് പോലും നോണച്ചി. ഇവളൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലെന്നും പറഞ്ഞ് സരസ്വതി പറഞ്ഞപ്പം, അമ്മ എന്തിനാ അനന്യമോളെ ഇങ്ങനെ ശപിക്കുന്നതെന്ന് ചോദിച്ചു സുമിത്ര. അല്ലാതെ പിന്നെ അവളെ ഞാൻ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് വേണ്ടത്. അപ്പം അമ്മയ്ക്ക് എന്താ വേണ്ടത്? തൈല വിട്ട് മുട്ട് തടവി തരണം, അത്രയല്ലേ ഉള്ളൂ എന്ന് സുമിത്ര ചോദിച്ചപ്പം മിണ്ടാതെ നിൽക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അമ്മ അവളോട് പറയാനായിട്ട് നിൽക്കണ്ട. അടുക്കളയിലെ ജോലി തീരട്ടെ, അമ്മയുടെ കാൽമുട്ടിന് ഞാൻ തൈലിട്ട് തരാം പോരേന്ന് ചോദിച്ചു സുമിത്ര. ഇങ്ങനെ എല്ലാത്തിനും മരുമകൾക്ക് കൂട്ടു നിന്നാലേ നാളെ നിന്നെ തള്ളി പറഞ്ഞിട്ട് അവൾ പോകും. എന്തായാലും അവൾ നിന്നോടും ഇത് കാണിക്കും. അവൾ ഒരിക്കലും എന്നോടത് കാണിക്കില്ല എന്ന് സുമിത്ര പറഞ്ഞപ്പോൾ, അത് നിനക്കെന്താ എത്ര ഉറപ്പെന്ന് ചോദിച്ചു. എന്താ അവൾ അത്ര പാവമാണെന്നാണോ നീ കരുതിയിരിക്കുന്നത്? അത് അമ്മ സ്വയം ചോദിച്ചു നോക്കിയാൽ മതി, അപ്പോൾ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായിക്കോളുമെന്നും സുമിത്ര പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ ഈ ജോലിയൊക്കെ തീർത്തിട്ട് വരാം എന്നും പറഞ്ഞ് സുമിത്ര അവിടെ നിൽക്കുന്നു. സരസ്വതി അമ്മ അവിടേക്ക് നിന്ന് പോകണു. എന്നും പറഞ്ഞൊക്കെയാണ് പോകുന്നത്. പല്ലുറുമ്മലും പല്ലുകടിക്കലും ഒക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്വരമോളെയാണ് കാണിക്കുന്നത്. സ്വരമോൾ അവിടെ നിന്ന് കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശീതൾ അങ്ങോട്ട് വന്നു. അപ്പോൾ ആൻറ്റി എവിടെ പോവാണെന്ന് ചോദിച്ചു. എന്താ മോള് വരുന്നോ? ആൻറ്റീനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പം, അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? മോളെ കൊണ്ടുപോകുന്നത് ആൻറ്റിക്ക് സന്തോഷമുള്ള കാര്യമല്ലേന്ന് ചോദിച്ചപ്പം, എന്നാൽ ഞാൻ പോയി മമ്മിയോട് ചോദിച്ചിട്ട് വരാം. അല്ല, മോളുടെ മമ്മി എൻ്റെ കൂടെ വരണ്ടാന്നെങ്ങാനും പറഞ്ഞാലോ? അപ്പം മമ്മി അങ്ങനെയൊന്നും പറയില്ല എന്ന് സ്വരമോള് പറയണം. ഞാൻ ഇപ്പം തന്നെ റെഡിയായിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞ് കൊച്ച് റെഡിയാകാൻ ഓടിയ. അപ്പോൾ അതേ നമ്മുടെ ശീതൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പോഴേക്കും സച്ചിൻ്റെ കോളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് തിരിച്ച് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ഇതെന്താ അവൻ സ്വിച്ച് ഓഫ് ആക്കി? ഇപ്പോൾ ആ നമ്പറിൽ നിന്നാണല്ലോ എന്നെ വിളിച്ചത്. ഇതൊക്കെ ശീതളിൽ നിന്ന് ചിന്തിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അനന്യയുടെ കൂടെ കൊച്ചു വരുന്നു. അപ്പോൾ മോള് പോകുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ അനന്യ പറയുന്നുണ്ട്. ആൻറ്റി പാവമല്ലേ മമ്മി, പുറത്ത് തന്നെ കാത്തു നിൽക്കുമായിരിക്കും എന്നൊക്കെ സ്വരമോള് പറഞ്ഞപ്പോൾ, അത്രയ്ക്ക് പാവമൊന്നും അല്ല എന്ന് അനന്യ. മമ്മി ഇങ്ങനെ പോസസീവ് ആവല്ലേ മമ്മി. ഓഹോ, പോസസീവ് എന്നൊക്കെ പറയാൻ എൻ്റെ മോള് പഠിച്ചോ? നിനക്ക് 7 വയസ്സേ ആയിട്ടുള്ളതെന്ന് അനന്യ പറയണേ. ഇത്രയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ ആളായിട്ടില്ല. ആരാ നിനക്ക് ഈ വാക്കൊക്കെ പറഞ്ഞു തന്നേന്ന് ചോദിച്ചപ്പം, ഇതൊക്കെ സ്കൂളിൽ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കേട്ടതാ. ഓഹോ, അപ്പോൾ അത് ശരി. അപ്പോഴേക്കും അപ്പുറത്തെ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കി നിൽക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് വന്നു. എന്തിനാ മോളെ സ്വരമോളോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് സന്തോഷമായിട്ട് ശീതളിൻ്റെ കൂടെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം അനന്യം വന്നു. മോള് വാ, ഡാഡി നിങ്ങളെ പോകുന്ന വഴിക്ക് ഇറക്കി തരാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങ് വരാമെന്ന് ശീതൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഷോപ്പിംഗ് മോളിലൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അനിരുദ്ധ്. താങ്ക് യു ഡാഡി എന്ന് പറഞ്ഞ് കൊച്ചു നിൽക്കുന്നു. അനന്യക്കാണെങ്കിൽ അത് തീരെ അങ്ങ് ദഹിക്കുന്നില്ല. അനന്യ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. സുമിത്രയും വളരെ സന്തോഷമായിട്ട് നിൽക്കുക. അപ്പോൾ കണ്ടോ, മോൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് പുറത്ത് പോകാനും ഒക്കെ സന്തോഷിക്കാനും.
അപ്പോൾ മോളെ സന്തോഷിപ്പിക്കാനും മോൾക്ക് വരുന്ന് വാങ്ങിക്കൊടുക്കാനും മോളെ കൊഞ്ചിക്കാനും ഈ വീട്ടിലുള്ള എല്ലാവർക്കും അവകാശമുണ്ടെന്ന് സുമിത്ര നേരത്തേക്ക് അവിടെ നിന്ന് പറയുന്നു. ഇതൊന്നും കേട്ടിട്ട് അനന്യയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അനന്യ ഇങ്ങനെ കലിപ്പ് കയറി അവിടെ നിൽക്കുക. അവരെല്ലാവരും കൂടെ പുറത്തേക്ക് പോയി അനന്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ഇഷ്ടമല്ലാതെ അനന്യ തുള്ളിച്ചാടി അകത്തേക്ക് കയറിപ്പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവർ പോയി സുമിത്ര റൂമിൽ എന്തൊക്കെയോ എടുക്കുകയാണല്ലോ ഭാര്യയിൽ നിന്ന്. അങ്ങനെ തപ്പി വന്നപ്പോൾ ആ ഡയറി സുമിത്രയ്ക്ക് കിട്ടി. സുമിത്ര ഡയറി എടുത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് ഓടി കയറി വന്നു. സുമിത്ര ഡയറി എടുത്ത് അവിടെ വെച്ചു. അപ്പം നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി വയ്ക്കായിരുന്നു. അതല്ലല്ലോ, ഞാൻ വന്നപ്പോൾ നീ എന്തോ വായിക്കുന്നതോ മറ്റോ കണ്ടല്ലോ. നീ എന്താ അലമാരയിൽ വെച്ചത്? അപ്പം അത് അമ്മയ്ക്ക് തോന്നിയതാണെന്ന് പറഞ്ഞു സുമിത്ര. അമ്മ എന്തിനാ ഇപ്പം ഇങ്ങ് വന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ പിന്നെ വെറുതെ ഇതുവഴി വന്നതാ. അപ്പോഴാണ് നീ ഇവിടെ നിൽക്കുന്ന കണ്ടത്, അതുകൊണ്ട് നോക്കിയെന്നേ ഉള്ളൂ. നീ അടുക്കളയിലേക്ക് വന്നേ എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമെന്ന് സരസ്വതി അമ്മ. അതെന്താ അമ്മയ്ക്ക് ചായ ഇടാൻ അറിയില്ലേന്ന് ചോദിച്ചു സുമിത്ര. ചായ ഇടാനൊക്കെ എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ നീ ഇടുന്ന ചായ അതുപോലെ വേറെ ആരിട്ടാലും പറ്റത്തില്ല എൻ്റെ സുമിത്രയെ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം ഞാൻ വരാം, അമ്മ അങ്ങോട്ട് ചെല്ല്, ഞാൻ ഇപ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞു. നീ വേഗം വരണേ, ചായ കുടിക്കാൻ താമസിച്ചാലേ എനിക്ക് തലവേദന എടുക്കും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് സരസ്വതി അമ്മ ഇങ്ങ് പോയി. സുമിത്ര എന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. വേഗം തന്നെ സുമിത്ര അലമാരയിലിരുന്ന സാധനം എടുത്ത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഈ സരസ്വതി അമ്മ നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മുടെ സുമിത്ര ഇതൊക്കെ എടുത്ത് വെക്കുന്നത്. സരസ്വതി അമ്മ എന്നിട്ട് ഇത് കണ്ടു. സരസ്വതി അമ്മ എന്നിട്ട് സുമിത്ര എടുത്ത് വെക്കുന്നതും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശീതളും കൊച്ചും കൂടെ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു വരുന്നു. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓരോരോ സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും ആരും ഫോളോ ചെയ്യുന്നത് പോലൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൊച്ച് ആൻറ്റി ഇതേ അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിനെ കാണിച്ചു കൊടുത്തു കൊച്ച്. എന്നിട്ട് കൊച്ചു വളരെ ഹാപ്പി ആയിട്ട് അങ്കിളിൻ്റെ അടുത്തേക്ക് ഓടി ചെന്നു. ശീതളിന് പേടിയായി. ദൈവമേ സച്ചിൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പോൾ ഹായ് മോളു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞു കൊച്ചിനൊരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്തു. കൊച്ച് ആ ചോക്ലേറ്റ് മേടിക്കുകയും ചെയ്തു. പാവം അതിനറിയില്ലല്ലോ. കൊച്ചിനെ ഇങ്ങനെ ചോക്ലേറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ശീതളിനെ നോക്കും. അപ്പോൾ ശീതൾ ചോദിച്ചു ഞാൻ എവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്, അച്ചമ്മയാണോന്ന്. അപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് സച്ചിൻ ചോദിക്കുക. നീ എവിടെയാണെന്ന് അറിയാൻ എനിക്ക് ആരുടെയെങ്കിലും സഹായം വേണോ? യു ആർ മൈ വൈഫ്. നീ എന്തത് മനസ്സിലാക്കാത്തത്? ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയില്ല എന്നൊക്കെ സച്ചിൻ ചോദിക്കുക. നീ എന്നെ വിട്ടു പോയെങ്കിലും ഞാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. നീയാണ് എന്നെ മനസ്സിലാക്കാത്തത്. ദൈവമാണ് നിന്നെ ഇപ്പോൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചു തന്നത്. നമുക്ക് പോകാം എന്ന് സച്ചിൻ പറയുമ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്ന് സച്ചിൻ. അല്ല ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ താല്പര്യമില്ലെന്ന് ശീതളും. ശീതൾ ഞാൻ പറഞ്ഞ നീ ഒന്ന് കേൾക്ക്. നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വഴക്കുണ്ടായാൽ സ്വരമോള് പേടിക്കും. അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. നീ എൻ്റെ കൂടെ വന്നേ വാ. കുറച്ച് നേരം നീ എൻ്റെ കൂടെ ഒന്ന് ചിലവഴിച്ചിട്ട് സ്വരമോളെയും കൂട്ടി നീ വീട്ടിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു സർ. കുറച്ച് സമയം മതി പ്ലീസ്, വളരെ കുറച്ച് സമയം സന്തോഷത്തോടെ എൻ്റെ കൂടെ ഇരുന്നിട്ടൊന്ന് വരാൻ പറഞ്ഞു. ഇവിടെ വെച്ച് വെറുതെ വഴക്കുണ്ടാക്കരുത്, എന്നെ നാണം കെടുത്തരുത്, ഇതൊരു മാർക്കറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ ശീതളിനെ നിർബന്ധിച്ച് വിളിക്കുക. കൊച്ചിനൊരു പാവയും കൊടുത്തു. പോകാമെന്ന് പറഞ്ഞു കൊച്ചു നിർബന്ധിച്ചു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി പോകുന്നതിന് മുമ്പ് കൊച്ചിനെ എടുത്തുകൊണ്ട് ശീതളിൻ്റെ മുന്നിൽ കൂടി അങ്ങ് പോയി. അപ്പോൾ ശീതളിൻ്റെ കൂടെ സ്വരമോളെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശീതളിന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മോളെ എന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ പിടിച്ച് വണ്ടിയെ കയറ്റി. അപ്പോൾ ശീതൾ എന്ത് കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നിർബന്ധിച്ച് പിന്നെ ശീതളിനെയും കയറ്റി. അങ്ങനെ അവർ രണ്ടുപേരും കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ സുമിത്ര അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനന്യ അങ്ങോട്ടേക്ക് വന്നു. ശീതളിനെ ഒന്ന് വിളിച്ചേ, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നും പറഞ്ഞു. അപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു സുമിത്ര. അവരിപ്പോൾ ഇങ്ങ് വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. മോളെ ആൻറ്റി എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിന്നെ മോളും അവളും എന്തോ ഫോൺ എടുക്കാത്ത ആൻറ്റി ഒന്ന് വിളിച്ച് നോക്കും പ്ലീസ് ആൻറ്റി പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അനന്യ നിർബന്ധം പിടിക്കുമ്പോൾ എന്തായാലും സുമിത്ര ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ ഓഫായിപ്പോയി. അവൾ മനഃപൂർവ്വം ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നതാണെന്ന് അനന്യ പറയണം. അല്ല മാർക്കറ്റിലൊക്കെ നല്ല തിരക്കല്ലേ, അതിനിടയിൽ കുട്ടി എങ്ങനെ കൈവിട്ട് പോയാൽ അവൾ എന്ത് ചെയ്യും ആൻറ്റി എന്നൊക്കെ അനന്യ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുക കേട്ടോ. സ്വരമോൾക്കാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് നടക്കുകയും വേണം. അപ്പോൾ ശീതൾ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണോ എന്ന് സുമിത്ര ചോദിച്ചു. ഫോൺ ചിലപ്പോൾ ചാർജ് തീർന്നല്ലോ, ഓഫായി പോയതായിരിക്കും. അവരിപ്പോൾ ഇങ്ങ് എത്തും, മോൾ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, മോൾ സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. പക്ഷെ അനന്യയുടെ ഉള്ളിലെത്തി അനന്യയ്ക്കെല്ലാം അറിയുള്ളൂ. അനന്യയാണെങ്കിൽ ആകെ വെപ്രാളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് സ്വരമോൾക്കാണെങ്കിൽ ഒരു കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് സച്ചിൻ അങ്ങനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നു. ശീതൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്കിളിന് ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്കിളിന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ തമ്മിൽ സെറ്റല്ലേ മോളെ എന്ന് ചോദിച്ചപ്പോൾ സെറ്റ് എന്ന് സ്വരമോള് പറയണം. എനിക്കിത് മുഴുവനും കാണണം അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ മോൾ ഇവിടെ ഇരുന്ന് മുഴുവനും കണ്ടോ, അങ്കിളും കൂടെ ഇരിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു അങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിരുന്ന് കാണുന്നു, ഐസ്ക്രീം കഴിക്കുന്നു.
ഈ സമയത്ത് ശീതളിൻ്റെ ഉള്ളിൽ പഞ്ഞി വെച്ചാൽ കത്തും. ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുക ശീതളെ. ആകെ വെപ്രാളം കയറി ഇരിക്കുകയാണ്. ഈ സമയം നീ ഇത് കണ്ടോ, നിനക്കെന്ത് ഇത്ര ടെൻഷൻ? സ്വരമോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? താനും സമാധാനമായിട്ടിരിക്കടോ. അപ്പം ഞാൻ സ്വരമോളെ കൊണ്ടുവന്നതിന് അനന്യയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോലുമില്ല. എനിക്ക് പെട്ടെന്ന് പോകണം സച്ചിൻ, ഇങ്ങനെ ഞങ്ങളിവിടെ പിടിച്ചിരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ താൻ എന്താടോ ഇങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ ഇങ്ങനെ പറയുക. പിന്നെ കാണിക്കുന്ന സുമിത്രയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ടെൻഷൻ അടിച്ച് ഫോൺ എടുത്ത് ശീതളിനെ വിളിക്കുവാണ്. പക്ഷേ കിട്ടുന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ അമ്മയുടെ കോളാണ് വന്നത്. അതപ്പോൾ സച്ചിൻ്റെ കയ്യിലാണ്. അമ്മയാണ് വിളിക്കുന്നത്. ആ ഫോൺ ഇങ്ങ് തരാമോ, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശീതൾ ഇങ്ങനെ പറയണേ. ആ സമയത്ത് സച്ചിൻ അത് കട്ട് ചെയ്ത് വിട്ടു. അപ്പോൾ സച്ചിൻ നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ചോദിക്കുവാണ് ശീതൾ. പക്ഷേ സച്ചിനാണെങ്കിൽ ഇവരെ വിടാനും കൂട്ടാക്കുന്നില്ല. ഇവരെ പിടിച്ചവിടെ വെച്ചിരിക്കുകയാണ്. ആകെ ടെൻഷനായിട്ട് ശീതളിന് ഒരു രക്ഷയില്ല. സുമിത്രയ്ക്ക് ഇവർ കോൾ എടുക്കാതെ വന്നപ്പോഴത്തേനും ടെൻഷൻ കൂടി. വീണ്ടും കോൾ വരുന്നു. അപ്പോൾ എന്തായാലും അവരെന്തിനാ ഇതുപോലെ ടെൻഷൻ അടിക്കുന്നത്? സ്വരമോള് എൻ്റെ കൂടെ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ സ്വരമോള് നിൻ്റെ കൂടെയാണെന്ന് എന്താ അവർക്കറിയില്ലേ? പിന്നെ എന്തിനാ അവർ ഇതുപോലെ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ ഈ കിടന്ന് വിളിക്കേണ്ട ആവശ്യം എന്താ? കുറച്ച് നേരം വിളിച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് അങ്ങ് പോയിക്കോളും. നീ ചുമ്മാ ഇരിക്കുക, താൻ പോയി റെസ്റ്റ് എടുക്കുക പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ വിളിച്ചു. പിന്നെയും കോള് കട്ടായി. നമ്മുടെ ശീതളനാണെങ്കിൽ ആകെ ടെൻഷൻ കയറി ഒരു പരുവത്തിലെത്തി. കാരണം കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.